ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമസ്കാരം ഒന്ന് പറഞ്ഞേ, തിരിച്ചു പറഞ്ഞേ, നമസ്കാരം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എന്ത് ചെയ്തു? വാക്കുകൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ എന്താ ചെയ്യാൻ പോണേ? വാക്കുകൾ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിലും വാക്കുകൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് ടീച്ചറിവിടെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്ത് വ്യത്യാസമായിരിക്കും? ഈ ക്ലാസ് മുതലുള്ള വാക്കുകൾ പഠിക്കുന്നതിനുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒന്ന് നോക്കിയേ, എന്ത് വ്യത്യാസമാണ്? എന്തായിരിക്കും വ്യത്യാസം? എന്തെങ്കിലും എക്സ്ട്രാ വന്നതായിട്ട് കാണാനുണ്ടോ? കൂടുതലായിട്ട് എന്തെങ്കിലും വന്നതായിട്ട് കാണാനുണ്ടോ? എന്താണ്? ഈ ചിഹ്നം വന്നു അല്ലേ? ഈ ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ? അതാണ് വ്യത്യാസം. നമ്മൾ ഓൾറെഡി അക്ഷരങ്ങൾ പഠിച്ചതാണ്. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ച ചിഹ്നങ്ങളും ഉപയോഗിച്ച് നമ്മൾ ആ അക്ഷരത്തെ പറയാൻ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ടീച്ചർ ഈ ചിഹ്നം ഇവിടെ ഈ ക്ലാസ് മുതൽ ആഡ് ചെയ്തത്. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അല്ലേ 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് മാത്രം, പ്രത്യേകിച്ച് ചിഹ്നമില്ല, ഒന്നുമില്ല. നോക്കിയേ, തറ, പറ, പന, മല, വല. എന്തെങ്കിലും നമ്മൾ ചിഹ്നങ്ങൾ ചേർത്തോ? ഇല്ല. പക്ഷെ ഈ ക്ലാസ് മുതലുള്ള വാക്കുകൾക്ക് നമ്മൾ എന്ത് ചേർക്കും? എന്ത് ചേർക്കുന്നുണ്ട്? ചിഹ്നങ്ങൾ ചേർത്ത് പറയുന്നുണ്ട്. എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ടീച്ചർ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് പറയുന്ന എല്ലാ വാക്കുകളുടെയും ചിത്രങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ കാണിക്കാൻ പറ്റാത്ത ചിത്രങ്ങൾ ടീച്ചർ വിവരണങ്ങളായിട്ട് പറഞ്ഞു തരും. മനസ്സിലായോ? ചിലതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? നമുക്ക് എല്ലാ കാര്യങ്ങളും പിക്ചർ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. ടീച്ചറിന് ബുദ്ധിമുട്ടായത് കൊണ്ടല്ല, എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ പിക്ചർ കാണിക്കാൻ സാധിച്ചോന്ന് വരില്ല. പറ്റുന്നതെല്ലാം ടീച്ചർ പിക്ചർ കാണിക്കും, അല്ലാത്തത് ടീച്ചർ പറഞ്ഞു തരും. അല്ലാത്ത കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ നിത്യജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റും അല്ലേ? നമ്മൾ ജനിച്ചു, ഭൂമിയിൽ വന്നു, എല്ലാ കാര്യങ്ങളും നമ്മുടെ പേരൻസ് പറഞ്ഞു തന്നിട്ട് മാത്രമാണോ നമ്മൾ മനസ്സിലാക്കിയത്? ആണോ? അല്ല. ടീച്ചർമാര് നിങ്ങളെ അടുത്തിരുത്തി എല്ലാം പറഞ്ഞു തന്നിട്ടാണോ മനസ്സിലാക്കിയത്? അല്ല. പേരൻസ് പറഞ്ഞു തന്നു, ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞു തന്നു, അധ്യാപകര് പറഞ്ഞു തന്നു, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പറഞ്ഞു തന്നു. പിന്നെയുള്ളതൊക്കെ നമ്മളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. മനസ്സിലായോ? അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പറ്റുന്നത്ര ടീച്ചർ പിക്ചർ കാണിക്കും. ഒട്ടും പിക്ചർ ചെയ്യാൻ പറ്റാത്തവയാണ് ടീച്ചർ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ എങ്ങനെ ചിഹ്നം ചേർത്ത് നമ്മൾ വാക്കുണ്ടാക്കാം എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അയ്യോ ടീച്ചർ പിക്ചർ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അയ്യോ ടീച്ചർ പിക്ചർ കാണിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ അത് എഴുതാൻ പറ്റും? ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെ അത് പതിയും? അതൊന്നും ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടീച്ചർ പറഞ്ഞതാണ്. ഓക്കെ, നമുക്കപ്പോ പറ്റുന്നത്ര പഠിക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇതേതാണ്?
മ. ഏതാണ്? മ. നമ്മുടെ ഈ ചിഹ്നം ഏതാ? ആ. ഏതാണ്? ആ. അപ്പൊ നോക്കിയേ, മ ആ മാ. മനസ്സിലായോ? മ ആയുടെ ചിഹ്നം മാ. ഓക്കെ. ഇതെന്താ? ഇതേതാണ് അക്ഷരം? ല. ഇതേതാണ്? ല. അപ്പൊ ഇത് ഒരുമിച്ച് വായിക്കുമ്പോ മാല. എന്താണ്? മാല. മാല ഇടാറുള്ളതാണോ? കഴുത്തിലുള്ളതാണെങ്കിലും അല്ലാതെ ഇങ്ങനെയുള്ളതിനെയാണെങ്കിലും നമ്മള് പൊതുവെ പറയുന്നത് മാല എന്നാണ്. ഇതിനെ നമുക്ക് എന്തു പറയാം? പൂവ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് പൂമാല എന്ന് പറയും. മുത്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ മുത്തുമാല എന്ന് പറയും. സ്വർണം ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ സ്വർണമാല എന്ന് പറയും. എങ്ങനെയൊക്കെ പറഞ്ഞാലും പൊതുവെ എന്താ പറയാ? മാല. എന്താണ് പറയാ? മാല. കിട്ടിയോ? കണ്ടോ? മാ ആയുടെ ചിഹ്നം ല. മാല. ഓക്കെ. എന്താണത്? മാല. അപ്പൊ കഴുത്തിൽ അണിയുന്ന ആഭരണം ഏതാണ്? മാല. കഴുത്തിൽ അണിയുന്ന ആഭരണം ഏതാണ്? മാല. കണ്ടോ? ഇതാണ് മാല. മാ ആ മാ ല. മാല. കിട്ടിയില്ലേ? ചിഹ്നം ഉപയോഗിച്ച് നമ്മളൊരു വാക്ക് പഠിച്ചു കേട്ടാ. ചിഹ്നം ഉപയോഗിച്ച് എഴുതാവുന്ന രീതിയിൽ നമ്മളൊരു വാക്ക് പഠിച്ചു. ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? മാല. മാല. നമ്മള് ഈ അക്ഷരം എടുത്തു, ഈ അക്ഷരം എടുത്തു. ഈ ചിഹ്നം നമ്മള് ഇവിടെ ഉപയോഗിച്ചു. അടുത്തതിനും നമ്മള് ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഏത് വാക്കാണ് ഇപ്പൊ പഠിച്ചത്? മാല. മാല. ഏതാണ്? മാല. മാല. കിട്ടിയില്ലേ? ഇനി അടുത്ത വാക്കിലേക്ക് നമുക്ക് പോകാം. ഈ അക്ഷരം നമുക്ക് എടുക്കാം. ഏതാണ്? പ. പ. ഏതാണ് അക്ഷരം? പ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ചിഹ്നം ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്തായി? പാ. ഉണ്ടോ? പാ. എന്താണത്? പാ. ഇനി ഈ അക്ഷരം എടുക്കാം. ഇതെന്താണ്? ഇതേതാണ്? ത. അപ്പൊ ഒരുമിച്ച് വായിക്കുമ്പോ പാത. എന്താണ്? പാത. എന്താണ് പാത? പാത എന്ന് പറഞ്ഞ എന്താ? വഴി. എന്താണ്? വഴി. അല്ലേ? നമ്മൾ പോകുന്നത്, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോ വഴി ഉണ്ടെങ്കിലാണ് നമുക്ക് പോവാൻ പറ്റുള്ളൂ. അല്ലേ? നോക്കിയേ, ഇതാണ് വഴി. കണ്ടോ? പാത. ഒരു പാത, ഒരു വഴി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് പോവാൻ പറ്റുന്നത്. അല്ലേ? പ ആ ത. പാത. പ ആ പ ത. പാത. കണ്ടോ? പാത. കണ്ടോ? റോഡ്. അല്ലേ? മനസ്സിലായോ? ടാറിട്ട റോഡാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമുക്ക് സുഗമമായി നടക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങള് എന്താ പറയാ? പാത. കിട്ടിയോ? ഇതാണ് പാത. അപ്പൊ നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു. ചിഹ്നം ചേർത്ത് മാല, പിന്നെന്താണ്? പാത. കിട്ടിയോ? ചിഹ്നം ചേർത്ത് വാക്കുകൾ പറഞ്ഞ, വാക്കുകൾ പഠിച്ച ആദ്യത്തെ ക്ലാസ് ആണിത്. ഓക്കെ. ചിഹ്നം ചേർത്ത് ഇത്രയും ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചിഹ്നം ചേർക്കാതെയാണ് വാക്കുകൾ പറഞ്ഞതും പഠിച്ചതും. ഈ ക്ലാസ് മുതൽ നമ്മൾ ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് പഠിക്കുകയാണ്. ഓക്കെ. നന്നായിട്ട് പഠിക്കുക.
കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ഓരോന്നും ഓരോ ക്ലാസ്സിലെ അക്ഷരങ്ങളും വാക്കുകളും മനസ്സിൽ പതിപ്പിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാൻ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം.